ഞാൻ സിന്ധു സതീശൻ. ഒരു ലോക്സഭ ഇലക്ഷൻ കൂടി അടുത്തു വരികയാണ്. ഇഞ്ചോടിഞ്ച് തീ പാറുന്ന പോരാട്ടം. അതിൽ കണ്ണിലൊരു തരിയും അണയാതെ പോവാതിരിക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. തോറ്റാലും ജയിച്ചാലും എതിരാളികൾക്കെതിരെ എറിഞ്ഞു പൊട്ടിക്കാൻ സഖാക്കന്മാർ ആത്മാർത്ഥമായി ബോംബ് നിർമ്മിക്കുകയും പരീക്ഷണ പൊട്ടിക്കലിൽ സ്വയം പൊട്ടിച്ചാവുന്നുമുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ചർച്ചയാക്കേണ്ടതും ഭാരതത്തിൻ്റെ വികസന പദ്ധതികളെ കുറിച്ചാണ്. നമ്മുടെ ഭാരതത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടും കൂടി ഭാരതീയ ജനതാ പാർട്ടി ഭാരതം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തിനടുത്തെത്തി. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ മോദി സർക്കാർ ഒരുപാട് നല്ല ജനകീയ പദ്ധതികൾ ആരംഭിച്ചിരുന്നു. ജനങ്ങൾക്ക് ഉപകാരമായ ഒരുപാട് നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. ഇതെല്ലാം കൈപ്പറ്റിയിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ മോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോ കവല പ്രസംഗത്തിലും എതിർ പാർട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചില മറുപടികൾ അതെന്തായാലും നമ്മൾ പറഞ്ഞേ പറ്റൂ. എന്തൊക്കെയാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ, അതായത് ഭാരതീയ ജനതാ പാർട്ടി ഈ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പദ്ധതികൾ? 1. പ്രധാനമന്ത്രി മുദ്ര യോജന. 2. ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രം. 3. പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം. 4. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമം. 5. സുകന്യ സമൃദ്ധി യോജന. 6. നൈപുണ്യ വികസന സംരംഭങ്ങൾ. 7. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. 8. അടൽ പെൻഷൻ യോജന. 9. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന. 10. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. 11. പ്രധാനമന്ത്രി ജൻധൻ യോജന. 12. ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ് പദ്ധതി. 13. സ്വച്ഛ് ഭാരത് മിഷൻ. 14. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. 15. മഹിള ഇ ഹട്ട്. 16. സഖി വൺ സ്റ്റോപ്പ് സെന്റർ. 17. ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ പദ്ധതി ദൗത്യം. 18. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പോർട്ടൽ. 19. പ്രഗതി സ്കോളർഷിപ്പ് പദ്ധതി. 20. മൗലാന നാഷണൽ അക്കാദമി ഫോർ സ്കിൽസ്. 21. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. 22. ഡിജിറ്റൽ ഇന്ത്യ. 23. വനബന്ധു കല്യാൺ യോജന. 24. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 25. മേക്കിംഗ് ഇന്ത്യ. 26. ഉജാല ഉന്നത് ജ്യോതി യോജന. 27. സ്വാവലംബൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 28. പ്രവാസി കൗശൽ വികാസ് യോജന. 29. പ്രധാനമന്ത്രി സ്വസ്ഥ്യ സുരക്ഷ യോജന. 30. നയേ മൻസിൽ. 31. ഉസ്താദ്. 32. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ദേശീയ അധ്യാപക അധ്യയന ദൗത്യം. 33. അടൽ ഇന്നോവേഷൻ ദൗത്യം. 34. മദാഡ് പോർട്ടൽ. 35. ജീവൻ പ്രമാൺ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ്. 36. കിസാൻ സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ. 37. ദേശീയ കാർഷിക വിപണി. 38. കാർഷിക മേഖലയിലെ നൈപുണ്യ വികസനം. 39. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. 40. OROP. 41. സുഗമ്യ ഭാരത് അഭയാൻ. 42. ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ. 43. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്. 44. IIT ആപ്പ് പോർട്ടൽ. 45. ഇന്ദ്രധനുഷ് ദൗത്യം. 46. ജിയാൻ. 47. ശ്യാമപ്രസാദ് മുഖർജി നഗര ഗ്രാമ ദൗത്യം. 48. ഹൃദയ്. 49. ദേശീയ ഗോകുൽ ദൗത്യം. 50. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമ ജ്യോതി യോജന. 51. സ്റ്റാൻഡപ്പ് ഇന്ത്യ. 52. മേക്കിംഗ് ഇന്ത്യ പദ്ധതി. 53. സ്വച്ഛ് റെയിൽ സ്വച്ഛ് ഭാരത് മിഷൻ. 54. മൈ ഗാവ്. 55. ഹൈ സ്പീഡ് റെയിൽ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൽ 10 വർഷത്തോളം ഭരിച്ചപ്പോൾ ഉണ്ടായ നേട്ടങ്ങളും പദ്ധതികളും. ജനോപകാരമായ ഒരുപാട് നല്ല പദ്ധതികൾ ഇനിയുമുണ്ട് പറയാൻ. ഇതിൽ കൂടുതൽ നല്ല പദ്ധതികളും നല്ല വികസനവും കാഴ്ചവെക്കാൻ ഒരിക്കൽ കൂടി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നേ മതിയാകും. ഞാൻ എന്തെങ്കിലും വികസന പദ്ധതിയുടെ പേര് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും മോദിയുടെ ഗ്യാരണ്ടി എത്തിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായി നിങ്ങളും കൈകോർക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.